നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ക്ഷണിക്കാനുള്ളത്, അന്ന് അതായത് മാർച്ച് 12, 13 തീയതികളിൽ ഞാൻ മോണോലിസ എന്ന പെൺകുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് വീഡിയോ ഇട്ട് ശിവൻകുട്ടിയണ്ണനോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്കൊക്കെ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്ന് തെറി വിളിച്ച കുറേ അണ്ണന്മാരുണ്ട്. അവരെ ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്. അതായത് സത്യം പറഞ്ഞാൽ ജനം ടി വി മാത്രമേ ആ ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോയുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അന്നപ്പോഴൊക്കെ വിചാരിച്ചത് ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, BJPക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഇത്രയ്ക്കൊന്നും എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ ഇന്നിപ്പം എല്ലാ ചാനലുകളും അത് ഇന്നലെയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. അതിനെ കല്യാണം കഴിപ്പിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. അപ്പോൾ ഇവരെയൊക്കെ ഈ അണ്ണന്മാരെ ഇവിടുത്തെ DGP ആരൻ്റെയൊക്കെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിന് അന്വേഷണമായിട്ട് പട്ടികവികസന വകുപ്പ് അതിന് എതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ അവളെ കല്യാണം കഴിച്ച ഫഹാൻ എന്ന് പറയുന്ന ആ നടനോ ആരോ ഒരുത്തന് അവനെ പോസ്കോ കേസിൽ പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം വളരെ സന്തോഷപൂർവ്വം അന്ന് തെറി വിളിച്ച ചേട്ടന്മാരെയൊക്കെ ഞാനിത് അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇനിയും തെറി വിളിക്കാനൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരികയാണ്. കാരണം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന മക്കളെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ചിന്തേച്ചി പറഞ്ഞ പോലുള്ള മക്കളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പെറ്റു വളർത്തി വളർത്തുന്നതിന് ബുദ്ധിമുട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സാധിക്കുകയുള്ളൂ. അല്ലാതെ ചിന്തേച്ചി പറഞ്ഞുള്ള ഐറ്റമൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും കൂടാതെ ഇതൊക്കെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമാണ് കേട്ടോ. കെട്ടിച്ചു വിടാൻ കാശൊന്നും മുടക്കണ്ടല്ലോ, പഠിപ്പിച്ചു വിടണ്ട, കാശ് മുടക്കണ്ട, 16 വയസ്സിൽ കെട്ടിച്ചു വിടാം, സന്തോഷമല്ലേ. 16 വയസ്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അതിനുശേഷം അവരെ കെട്ടിച്ചും വിടാം. ഗോവിന്ദണ്ണനും നമ്മുടെ റഹീം അണ്ണനും ഒക്കെ കൂടെ അത് നടത്തി തരും. പക്ഷേ ഞാനെന്ന് ഇവരെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ശിവൻകുട്ടി സഖാവിനോട് മാത്രമായിരുന്നു എൻ്റെ പ്രതിഷേധം. അതായത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം ഒരു കുട്ടികൾക്കും നൽകാൻ പാടില്ലാത്ത ഒരു സന്ദേശമാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു എനിക്ക് വിഷമമുണ്ടായത്. മറ്റേ റഹീമോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലെനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഒരു കാരണവശാലും ശിവൻകുട്ടി അദ്ദേഹം അവിടെ പോകാൻ പാടില്ലായിരുന്നു. അതിന് അനുകൂലമായിട്ട് അവിടെ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാനോ പാടില്ല എന്നത് മാത്രമായിരുന്നു എൻ്റെ വിഷയം. മറ്റുള്ള ഒന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. പക്ഷേ ഇപ്പോൾ റഹീമീൻ MA റഹീം എന്തായാലും രക്ഷപ്പെടും. കാരണം അദ്ദേഹം അവിടെ ചെന്ന് ഇംഗ്ലീഷ് പറയും. ആ ഇംഗ്ലീഷ് അവർക്കാർക്കും മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് ഭാഷയും വിജ്ഞാനമൊന്നും ഇല്ലാത്ത ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. കാരണം ഈ പരസ്പര വിരുദ്ധമായിട്ട് നമ്മളെ ചില സിനിമയ്ക്കകത്തൊക്കെ ഇന്നസെൻറ്റും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, ആരവിടെ പോയോ, അമ്മണിയോ കണ്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് അവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് മറ്റു രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഗോവിന്ദണ്ണന് പിന്നെ മലയാളം ഭാഷയല്ലാതെ വേറെ ഒരു ഭാഷയും വശമല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാര്യം ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ അവിടെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. പിന്നെ നമ്മുടെ ശിവൻകുട്ടി സഹായനെക്കുറിച്ച് നമുക്കറിയാമല്ലോ, നേരെ ചൊവ്വേ ഒരു നീണ്ട ഒരു സംഖ്യ പോലും നേരെ ചൊവ്വേ വായിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യനാണ് ആ പാവ മനുഷ്യൻ. ആ മനുഷ്യനെ ഡൽഹി വരെ എങ്ങനെ പോകുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം പുള്ളി കൈ വരച്ചിട്ട് മറ്റേ ഇങ്ങനെ വാളെടുത്ത് ചിലമ്പൊക്കെ ഉള്ളതുപോലെയാണ് പുള്ളി ഇങ്ങനെ നിൽക്കുന്നത്. പുള്ളി എങ്ങനെ അവിടെ ചെന്ന് ഇതൊക്കെ മറുപടി പറയും എന്നുള്ള കാര്യം ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അന്ന് വിളക്കെടുത്ത് അവരെ സ്വീകരിച്ച അമ്മായിമാരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരെയൊക്കെ കൂടെ ചോദ്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം കുട്ടിച്ചോറായപ്പം കേരള മോഡൽ നന്നായിട്ട് അങ്ങോട്ട് പുഷ്പിച്ചു എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനിപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം തെറിയാണ് ഞാനന്ന് കേട്ടത്. 18 16 വയസ്സിൽ വിവേകത്തോടെ എൻ്റെ മകൾ ഒരുത്തനെയും കൊണ്ട് വന്നാൽ ഞാനങ്ങ് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ അണ്ണന്മാർ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ അണ്ണന്മാരൊക്കെ ആ പിള്ളേരെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് കല്യാണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ കേസിൽ പെടുത്തി അവർക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.